നമസ്കാരം. സുപ്രീം വോയ്സ് ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുണ്ടത്തിക്കോട് കല്ലടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അയ്യപ്പ വിളക്കിന്റെ നാന്നിക്കുറിച്ചുള്ള വിളക്ക് കുറിക്കൽ ചടങ്ങ് നടന്നു. ദേശീയ കായിക ദിനാഘോഷത്തിന്റെ ഭാഗമായി സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. യുവാക്കളെ കുത്തി പരിക്കേൽപ്പിക്കാൻ ശ്രമം, മുഖ്യപ്രതി അറസ്റ്റിൽ. മുണ്ടത്തിക്കോട് കല്ലടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അയ്യപ്പ വിളക്കിന്റെ നാന്നിക്കുറിച്ചുള്ള വിളക്ക് കുറിക്കൽ ചടങ്ങ് നടന്നു. വൃശ്ചികം പുലർന്നതോടെ ശരണമന്ത്രങ്ങൾ നിറയുകയായി. മുണ്ടത്തിക്കോട് കല്ലടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്കിന്റെ നാന്നിക്കുറിച്ചുള്ള വിളക്ക് കുറിക്കൽ ചടങ്ങ് നടന്നു. മച്ചാട് തങ്കരാജും സംഘവുമാണ് വിളക്ക് യോഗക്കാർ. നവംബർ 22 വൃശ്ചികം 6-നാണ് അയ്യപ്പൻ വിളക്ക്. ഭാരവാഹികളായ EM രാമപ്രസാദ്, M സുധീഷ് ബാബു, G രഘുനാഥ് എന്നിവർ കുറിപ്പ് ഏറ്റുവാങ്ങി. ദേശീയ കായിക ദിനാഘോഷത്തിന്റെ ഭാഗമായി സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. ദേശീയ കായിക ദിനാഘോഷത്തിന്റെ ഭാഗമായി തൃശൂർ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ പരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. തേക്കിൻകാട് മൈതാനത്തിലെ തെക്കേ ഗോപുരനടയിൽ നിന്നും ആരംഭിച്ച സൈക്കിൾ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് റാലിയിൽ പങ്കെടുത്തു. 150-ലധികം സൈക്ലിസ്റ്റുകൾ റാലിയിൽ പങ്കാളികളായി. സൈക്ലിങ്ങിലൂടെ ആരോഗ്യം, ശാരീരിക ക്ഷമത, ഐക്യം എന്ന സന്ദേശം പകർന്നുകൊണ്ടാണ് സൈക്കിൾ റാലി സംഘടിപ്പിച്ചത്. യുവാക്കളെ കുത്തി പരിക്കേൽപ്പിക്കാൻ ശ്രമം, മുഖ്യപ്രതി അറസ്റ്റിൽ. കയ്പമംഗലം കൂരിക്കുഴി 18 മുറി സ്വദേശിയായ ബിലാലിനെയും ബന്ധുവായ സുൻസാമിനെയും കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതിയായ ചന്ദ്രാപ്പന്നി ചാമക്കാല ഏറൻപുരയ്ക്കൽ വീട്ടിൽ വിനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബുധനാഴ്ച രാത്രി 18 മുറി ലൈബ്രറിയുടെ മുൻവശത്ത് നടന്ന സംഭവത്തിൽ ബിലാലിനും സുൻസാമിനും വയറ്റിൽ കുത്തേറ്റിരുന്നു. ഇരുവരും കൊടുങ്ങല്ലൂർ ആശുപത്രിയിൽ ചികിത്സ തേടി. ഈ കേസിലെ മറ്റ് പ്രതികളായ നജീബ്, റിഫാദ് എന്നിവരെ നേരത്തെ റിമാൻഡ് ചെയ്തിരുന്നു. വൈരാഗ്യം മൂലമാണ് ആക്രമണമെന്ന് പോലീസ് അറിയിച്ചു. ഇടവേള. ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് കണ്ണടകളും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ കണ്ണടകളും കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ട സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭ്യമാണ്. ജോൺസൺസ് കണ്ണട വ്യാപാരം, ഓപ്പോസിറ്റ് ഡിവൈൻ ഹോസ്പിറ്റൽ, വടക്കാഞ്ചേരി. ഫോൺ 0488423007 9496347407. തിരികെ വാർത്തകളിലേക്ക്. വന്യജീവി സംഘർഷം, കേന്ദ്ര നിലപാട് പ്രതികൂലം, മുഖ്യമന്ത്രി പിണറായി വിജയൻ. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ നിയമങ്ങളിൽ മാറ്റം വരുത്തണമെന്ന സംസ്ഥാനത്തിനോട് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ അനുകൂല സമീപനം സ്വീകരിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നിയമങ്ങൾ മാറ്റാൻ കേന്ദ്രം തയ്യാറാകാതെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനാകില്ല. സംസ്ഥാനം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല. വസ്തുതകൾ മറച്ചുവെച്ച് സംസ്ഥാനത്തിനു മേൽ കുറ്റാരോപണം നടത്തുകയാണ് കേന്ദ്രം. സംസ്ഥാനം എന്തു ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാതെ വക്രീകരിച്ച് അവതരിപ്പിക്കാനുള്ള ബോധപൂർവ നീക്കമുണ്ട്. ശബരിമലയിൽ കൂടുതൽ വികസനം എത്തിക്കും, വെള്ളാപ്പള്ളി നടേശൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിന് SNDPയുടെ പിന്തുണ. സംഗമത്തിൽ പങ്കെടുക്കുമെന്നും ആരും വിട്ടുനിൽക്കുന്നത് ശരിയല്ലെന്നും ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഇത്തരം പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കണം. മുമ്പ് എന്തു ചെയ്തു, ചെയ്തില്ല എന്നതല്ല, ഇപ്പോഴെന്ത് ചെയ്യുന്നുവെന്നാണ് നോക്കേണ്ടത്. ആഗോള അയ്യപ്പ സംഗമം ശബരിമലയിൽ കൂടുതൽ വികസനം എത്തിക്കും. യുവതീ പ്രവേശം അടഞ്ഞ അധ്യായമാണ്. ശബരിമലയുടെ പേരും പ്രശസ്തിയും ലോകമാകെ എത്തിക്കാനുള്ള ശ്രമത്തെ പ്രോത്സാഹിപ്പിക്കണം. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാറ്റം വരുത്തുന്നില്ലെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. നാടിന്റെ സാംസ്കാരിക, സാമ്പത്തിക വളർച്ചയ്ക്കും പരിപാടി സഹായിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ അയ്യപ്പ വിശ്വാസികളെത്താൻ സാഹചര്യമൊരുങ്ങുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ചുമർ ഇടിഞ്ഞു വീണ് മധ്യവയസ്സിന് ദാരുണാന്ത്യം. പഴയന്നൂരിൽ വീട്ടിലെ പഴയ ശുചിമുറി പൊളിക്കുന്നതിനിടെ ചുമരിടിഞ്ഞു വീണാണ് മധ്യവയസ്കൻ മരണപ്പെട്ടത്. ചീരക്കുഴി കാഞ്ഞൂർ വീട്ടിൽ കുഞ്ഞിക്കണ്ണന്റെ മകൻ 51 വയസ്സുള്ള രാമൻകുട്ടിയാണ് മരിച്ചത്. അപകടം നടന്നയുടൻ രാമൻകുട്ടിയെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പഴയന്നൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൊഴിയെടുക്കൽ ആരംഭിച്ചു. മാധ്യമങ്ങളിലും ഓൺലൈനുകളിലും അഭിമുഖമായും ശബ്ദ സന്ദേശമായും ഉയർന്ന പരാതികളിൽ ഇതിനോടകം തന്നെ അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട്. പരാതി നൽകിയവരെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തും അതിജീവിതകൾ മൊഴി നൽകാൻ സന്നദ്ധത അറിയിച്ചതായാണ് വിവരം. മൊഴിയെടുക്കാൻ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. ശനിയാഴ്ച അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് യോഗം ചേർന്നിരുന്നു. ഈ പരാതികൾ ക്രൈംബ്രാഞ്ചിന് പോലീസ് കൈമാറിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇലക്ഷൻ ഐഡി വ്യാജമായിട്ടുണ്ടാക്കിയ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ക്രൈംബ്രാഞ്ച് വീണ്ടും നോട്ടീസ് നൽകും. ശനിയാഴ്ച നോട്ടീസ് നൽകിയിട്ടും ഹാജരായിരുന്നില്ല.
വിമാനത്തിനുള്ളിൽ വെച്ച് മുഖ്യമന്ത്രി വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ കുറ്റപത്രത്തിന് കേന്ദ്ര അനുമതിയില്ല. വിമാനത്തിനുള്ളിൽ വെച്ച് മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ കുറ്റപത്രത്തിന് കേന്ദ്ര അനുമതിയില്ല. വിമാന സുരക്ഷാ നിയമം കേസിൽ നിലനിൽക്കില്ലെന്ന് കേന്ദ്രം പറയുന്നു. കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിക്കുകയായിരുന്നു. അതേസമയം കേസിലെ തുടർ നടപടിയുമായി ബന്ധപ്പെട്ട് DGPയുടെ അഭിപ്രായം തേടിയിരിക്കുകയാണ് ആഭ്യന്തര സെക്രട്ടറി. സംഭവം നടന്ന് 3 വർഷത്തിന് ശേഷമാണ് അനുമതി നിഷേധിക്കുന്നത്. ഏവിയേഷൻ നിയമം ചുമത്തിയതിനാലാണ് കേന്ദ്ര അനുമതി തേടിയത്. യൂത്ത് കോൺഗ്രസുകാരാണ് കേസിലെ പ്രതികൾ. പ്രധാന വാർത്തകൾ വീണ്ടും. മുണ്ടത്തിക്കോട് കല്ലടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അയ്യപ്പ വിളക്കിന്റെ നാനിക്കുറിച്ചുള്ള വിളക്ക് കുറിക്കൽ ചടങ്ങ് നടന്നു. ദേശീയ കായിക ദിനാഘോഷത്തിന്റെ ഭാഗമായി സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. യുവാക്കളെ കുത്തി പരിക്കേൽപ്പിക്കാൻ ശ്രമം, മുഖ്യപ്രതി അറസ്റ്റിൽ. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.